ഇസ്രായേൽ ഒരു നിർണായക യോഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പിറ്റിലാണ് അവർ സൈനിക ആസ്ഥാനമുള്ള. അവിടെയാണ് ഒരു ഭൂഗർഭ നിലയത്തിൽ കമാൻഡർ റൂമിൽ ഈ കമാൻഡർമാരുടെയും ഒപ്പം പ്രധാനപ്പെട്ട ആളുകളുടെയും പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഒരു യോഗം ചേരുന്നതെന്ന് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം കൂടുന്ന ഒരു യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ മാത്രം കൂടുന്ന ഒരു യോഗമാണ്. ഈ യോഗം ഇതിനു മുൻപ് കൂടിയത് ഏപ്രിൽ 13 തൊട്ട് 14 വരെ ഈ ഇസ്രായേലിൽ നിന്ന് 300ഓളം മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേലിൽ മേൽ പതിച്ചിരുന്നു. അത്തരമൊരു ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. ആ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു യോഗം പിറ്റിൽ കൂടിയത്. അതിന് സമാനമായ രീതിയിലുള്ള യോഗമാണ് ഇന്ന് കൂടുന്നതെന്നാണ് ഈ വൈനെറ്റ് അടക്കമുള്ള മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഒരു ഭാഗത്ത് ചർച്ച നടത്തുമ്പോഴും ഇല്ലെങ്കിൽ നടക്കുമ്പോഴും ഇസ്രായേൽ അവരുടെ ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ അവരേത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇറാനിൽ നിന്നാകാം, ഇല്ലെങ്കിൽ ലെബനൻ ആസ്ഥാനമാക്കൊണ്ട് ഹിസ്ബുള്ളയുടെ പിന്നിൽ നിന്ന് ഇറാൻ നടത്തുന്ന നീക്കമാകാം. ഏതായാലും അവരൊരു അടിയന്തര യോഗം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. ന്യൂസ് ഡെസ്ക്.